മഹല്ല് കമ്മിറ്റികളും ക്ഷേത്ര കമ്മിറ്റിയും ഒരുമിച്ചപ്പോൾ ഒരു വൃക്ക രോഗിക്ക് 12 മണിക്കൂർ കൊണ്ട് 2.5 കോടിയോളം രൂപയാണ് പിഴിഞ്ഞു കിട്ടിയത്. ചരിത്ര സംഭവമായി മാറിയത് മലപ്പുറം മഞ്ചേരി പുല്ലാരയിലെ കാരുണ്യ കൂട്ടായ്മയാണ്. പുല്ലാരയിൽ മേൽമുറി മഹല്ല് കമ്മിറ്റിയുടെയും പുല്ലാനൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു കാരുണ്യ സംഗമം. വൃക്കരോഗിയായ ഷറഫുദ്ദീനു വേണ്ടി ഒരു ക്ഷേത്ര കമ്മിറ്റിയും ഒരു മഹല്ല് കമ്മിറ്റിയും ഒരുമിച്ചിറങ്ങിയപ്പോൾ അവിടെ പിരിഞ്ഞെത്തിയത് 2.5 കോടി രൂപയാണ്. ജാതി മതഭേദമന്യേ കാരുണ്യഹസ്തവുമായി നാട്ടുകാർ ഒഴുകി വന്നു. 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സംഭാവനകളായി എത്തി. 22 കുട്ടികൾ അവരുടെ സമ്പാദ്യ കുടുക്ക പൊട്ടിച്ചാണ് ഷറഫുദ്ദീന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ധനം സമാഹരിച്ചത്. ഈ നാട്ടിൽ നന്മ ബാക്കി നിൽക്കുന്നുണ്ട്. ഇതാണ് കേരളമെന്ന റിയൽ സ്റ്റോറി. അതിർവരമ്പുകളില്ലാതെ ഒരു നാട് ഒരുമിച്ചാൽ എന്തും നേടിയെടുക്കാം. അതിനുള്ള ഉദാഹരണമാണ് പുല്ലാരയിലെ മനുഷ്യർ. തങ്ങളുടെ നാട്ടിലെ വൃക്ക രോഗിക്കായി ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കാരുണ്യഹസ്തവുമായി ഒഴുകിയെത്തിയ നാട്ടുകാർ 12 മണിക്കൂർ കൊണ്ട് 50 ലക്ഷം രൂപയാണ് സഹായ സമിതിയുടെ കൈകളിൽ ഏൽപ്പിച്ചത്. പുല്ലാര ചുഹദ മഹല്ല് കമ്മിറ്റി, മേൽമുറി സുന്നി മഹല്ല് കമ്മിറ്റി, പുല്ലാനൂർ ശ്രീ ദുർഗ ഭഗവതി ക്ഷേത്ര കമ്മിറ്റി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കാരുണ്യ സംഗമം. 50 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ സംഭാവനകളായി നൽകിയവരുണ്ട്. ക്രൗഡ് ഫണ്ടിംഗ് എന്ന ഈ വലിയ സംരംഭത്തിലൂടെ വലിയൊരു തുക ഈ കൊച്ചു പ്രദേശത്തു നിന്നും പിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചു. ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയത്തിന് അതീതമായി കൊണ്ട് നമ്മുടെ കൂട്ടായ്മ, ഒത്തൊരുമ, അത് മാത്രമാണ് ഈ വിജയം കണ്ടത്. പിഞ്ചു കുഞ്ഞുങ്ങൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് സ്വരൂപിച്ചു കൂട്ടിയ ചെറിയ സമ്പാദ്യ കുടുക്കുകൾ വരെ സംഭാവനകളായി എത്തി. റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ, ഇൻ റിപ്പോർട്ടർ, മലപ്പുറം.